ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ നമ്മുടെ മക്കൾ നമുക്കൊക്കെ അറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹമായി നൽകിയതാണ്. ഒരിക്കലും നമ്മളുടെ ശാരീരികമായിട്ടുള്ള ഖുവ്വത്ത് കൊണ്ടോ നമ്മുടെ എന്തെങ്കിലും തറവാട്ട് മഹിമ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടിയതല്ല നമ്മുടെ മക്കൾ. നമ്മളെക്കാളും എത്രയോ മികവുള്ള, കരുത്തുള്ള, എത്രയോ വലിയ തറവാട്ടിലുള്ള, വലിയ സമ്പത്തുണ്ടായിരുന്ന, എല്ലാ സൗകര്യങ്ങളുള്ള ആളുകൾക്ക് അള്ളാഹു മക്കളെ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് തന്നെ പലരെയും അറിയാം. പല ആളുകളെയും നാട്ടുകാരിൽപ്പെട്ട, കുടുംബക്കാരിൽപ്പെട്ട, കൂട്ടുകാരിൽപ്പെട്ട പലരെയും നിങ്ങൾക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമായി നമ്മൾക്ക് നൽകിയതാണ് ഈ മക്കൾ എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്തൊരു അനുഗ്രഹവും നമുക്കറിയാം. ആ അനുഗ്രഹത്തിന് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ശുക്ർ ചെയ്യണം. അള്ളാഹുവിന്റെ അടിമ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആ അനുഗ്രഹത്തോടുള്ള ബാധ്യത നന്ദി കാണിക്കുക എന്നുള്ളതാണ്. ഈ ഒരു നന്ദി കാണിക്കുക എന്നുള്ളത് നമ്മൾക്ക് നമ്മുടെ മക്കളുടെ വിഷയത്തിലും ബാധകമാണ്. നമ്മുടെ മക്കളുടെ വിഷയത്തിലും ബാധകമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ മക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മളുടെ വരുതിയിലാക്കാൻ സാധിക്കുക, നമ്മൾ പറയുന്ന പോലെ ആ മക്കൾ വളർന്നു വരിക എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചില്ലറ കാര്യമല്ല. നിങ്ങൾക്കറിയാവോ, നൂഹ് അലൈഹിസ്സലാം ആരാണ്? നൂഹ് അലൈഹിസ്സലാം ഒന്നാമത്തെ റസൂലാണ്. 950 വർഷം തന്റെ സമൂഹത്തെ തൗഹീദിലേക്ക് ദഅവത്ത് ചെയ്ത വളരെ മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഉലുൽ അസ്ം എന്ന് പറയുന്നവരാണ് ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ, നബിമാരിൽ പോലും. അവരിൽ ഒന്നാമത്തെ ആൾ നൂഹ് അലൈഹിസ്സലാമാണ്. ആ നൂഹ് അലൈഹിസ്സലാമയുടെ മകൻ പോലും എന്ത് ചെയ്തിട്ടില്ല? നൂഹ് അലൈഹിസ്സലാമയുടെ അനുസരണത്തിൽ വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ദഅവത്ത് സ്വീകരിച്ചിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് ഇപ്പോൾ ഉള്ള ഈ അനുഗ്രഹം എന്നുള്ളത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? നിസ്സാരമായി കണക്കാക്കരുത്. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഇത് എളുപ്പത്തിൽ കരസ്ഥമാക്കാൻ സാധിക്കുന്നൊരു കാര്യമല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം നൽകുന്ന വലിയൊരു മഹത്തായ അനുഗ്രഹമാണ് നമ്മൾക്ക് മക്കളെ കിട്ടുക എന്നുള്ളതും ആ മക്കൾ നല്ല രൂപത്തിൽ വളർന്നു വലുതാവുക എന്നുള്ളതും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത് ഈ ഒരു ബോധമാണ്. എല്ലാം റബ്ബിന്റെ കൈകളിലാണ്. റബ്ബ് നന്നാക്കിയാലേ എൻ്റെ മകൻ നന്നാവും. റബ്ബ് അവൻ നല്ല രൂപത്തിൽ ആകാൻ ഉദ്ദേശിച്ചാലേ അവൻ നല്ല രൂപത്തിലാകുള്ളൂ. അവൻ ഏറ്റവും നല്ല രൂപത്തിൽ ആകാൻ ഞാൻ എത്രയൊക്കെ പരിശ്രമിച്ചാലും ഉപദേശിച്ചാലും പണിപ്പെട്ടാലും റബ്ബിന്റെ കയ്യിലാണ് എല്ലാം എന്ന ഉറച്ച ബോധ്യം നമുക്ക് ആദ്യം വേണം. ഈ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഉത്തരം കിട്ടും എന്ന് പഠിപ്പിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെയും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് നമ്മൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, സലാസുൽ ലാ തുറദ്ദു ദഅവതുഹുന്ന. 3 വിഭാഗം ആളുകൾ, അവരുടെ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല. അതിലൊന്നാമത് ഒരു വിഭാഗം പറയുന്നത് വദഅവത്തുൽ വാലിദി ലിവലദിഹി. വദഅവത്തുൽ വാലിദി ലിവലദിഹി. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന തള്ളപ്പെടുകയില്ല. അപ്പൊ നമുക്ക് നമ്മുടെ പ്രാർത്ഥന തള്ളപ്പെടും. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹ് തള്ളൂല. അള്ളാഹു അതെന്ത് ചെയ്യില്ല, ഉത്തരം നൽകാതെ വെറുതെ പാഴാക്കി കളയുകയില്ല. അപ്പൊ നമ്മൾ ആ ഉറപ്പോടുകൂടെ, യഖീനോടുകൂടെ എന്ത് ചെയ്യണം? നമ്മുടെ റബ്ബിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പഠിപ്പിച്ച സന്ദർഭങ്ങളിലൊക്കെയും. അങ്ങനെ എത്ര സന്ദർഭങ്ങൾ അറിയാം നിങ്ങൾക്ക്? ഇപ്പൊ ഇവിടെ തന്നെ ഉസ്താദ് പറഞ്ഞതുപോലെ പല സന്ദർഭങ്ങൾ സൂചിപ്പിച്ചു. മഴ പെയ്യുന്ന സന്ദർഭത്തിൽ അത് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്ന പഠിപ്പിക്കപ്പെട്ട സന്ദർഭമാണ്. ഇതുപോലെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു സന്ദർഭമാണെന്ത്? സുജൂദിലായിരിക്കുമ്പോൾ. അല്ലെ, നബി സല്ലല്ലാഹു പഠിപ്പിക്കുന്ന അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്. ഒരടിമ അവന്റെ റബ്ബുമായി ഏറ്റവും അടുത്താവുക എപ്പോഴാണ്? അവൻ സുജൂദിലായിരിക്കുമ്പോൾ.
ഫഖമിനുൻ അൻ യുസ്തജാബ ലഹു. അപ്പൊ അവൻ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ വളരെയധികം സാധ്യതയുണ്ട്. വളരെയധികം സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. അതേപോലെ തന്നെ നമുക്കൊക്കെ അറിയുന്ന മറ്റൊരു സന്ദർഭമാണെന്ത്? രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന്. രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന് എന്ന് പറഞ്ഞാൽ അത് സുബ്ഹിക്ക് ബാങ്ക് വരേക്കും എത്തും. നമ്മൾ സുബ്ഹിക്ക് ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് വുളു എടുത്ത് നിസ്കരിച്ചാൽ പോലും ആ സമയത്ത് നമുക്ക് നിസ്കരിക്കാൻ പറ്റും. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ വിളിച്ചു പറയാ? മൻ യദ്ഊനി ഫഅസ്തജീബ ലഹു. എന്നോട് പ്രാർത്ഥിക്കാൻ ആരുണ്ട്, ഞാൻ അവർക്ക് ഉത്തരം നൽകാം. എന്തും ചോദിച്ചോ, ഞാൻ തരാൻ തയ്യാറാണ് എന്ന് അല്ലാഹു വിളിച്ചു പറയുന്ന സന്ദർഭമാണ്. അതെല്ലാ രാത്രിയിലും ഉണ്ട്. എല്ലാ രാത്രിയുടെയും അവസാനത്തെ മൂന്നിലൊന്ന് ഈ സമയമുണ്ട്. ഇത്തരം സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇതിനെല്ലാത്തിനും പുറമെ നമ്മളൊരു പിതാവാണ്, അല്ലെങ്കിൽ മാതാവാണ്, ഉപ്പയാണ്, ഉമ്മയാണ്. ഇതിന്റെ ബെനിഫിറ്റ് എക്സ്ട്രാ വേറെയുണ്ട്. നേരത്തെ ഹദീസിൽ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? നബി സല്ലല്ലാഹു പഠിപ്പിച്ചതുപോലെ ഇസ്തജാബു ലി അഹദികും മാ ലം യഅജൽ. ധൃതി പിടിക്കാത്തിടത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഉത്തരം നൽകിക്കൊണ്ടേയിരിക്കും, ഉത്തരം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. എന്താ ധൃതി പിടിക്കൽ? എന്താ? ഞാൻ പ്രാർത്ഥിച്ചു പക്ഷെ എനിക്ക് എന്ത് ചെയ്തിട്ടില്ല, ഉത്തരം കിട്ടിയില്ല എന്ന് പറയലാണ് എന്ത്? ധൃതി പിടിക്കൽ. എന്റെ മകൻ നന്നാവാൻ ഞാൻ ഇത്ര ദിവസം ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ കുറേ ദിവസം ഞാൻ എന്ത് ചെയ്തു, റബ്ബിനോട് കരഞ്ഞു പറഞ്ഞു, പക്ഷെ എന്റെ മകൻ ഇതുവരെ നന്നായില്ല എന്ന് പറയരുത്. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഇതാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, പ്രാർത്ഥിക്കുക. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? അവർക്കെതിരെ പ്രാർത്ഥിക്കരുത്. എത്ര മോശപ്പെട്ട കാര്യം ചെയ്താലും, നമുക്ക് എത്ര നമ്മളെ ദേഷ്യപ്പെടുത്തുന്ന എത്ര വലിയ കുരുത്തക്കേട് അവൻ ചെയ്താലും അവനെതിരായിട്ട് പ്രാർത്ഥിക്കരുത്. ഇതിൽ എത്ര പ്രത്യേകിച്ച് സ്ത്രീകൾ, അത് സ്ത്രീകളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. സ്ത്രീകളുടെ നാവുകളിൽ ഏറ്റവും അധികം ആവർത്തിച്ചു വരുന്ന കാര്യമാണ് ശാപവാക്കുകൾ. നീ ഒന്നും ഒരിക്കലും നന്നാവില്ലടാ എന്ന് സ്വന്തം മക്കളുടെ മുഖത്ത് നോക്കി പറയുന്ന, പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട്, പ്രത്യേകിച്ച് ഉമ്മമാരുണ്ട്. അങ്ങനെയുള്ള ശാപവാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചില സന്ദർഭങ്ങൾ, അത് നമുക്കറിയില്ല ഏത് സന്ദർഭമാണ്, ഈ പറഞ്ഞതല്ലാത്ത ഏതോ ഒരു സന്ദർഭം, ആ സന്ദർഭത്തിൽ എന്തു പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന ചില സന്ദർഭങ്ങളുണ്ട്. നമ്മൾ എന്താണോ ആ സമയത്ത് പ്രാർത്ഥിക്കുന്ന ആ സന്ദർഭത്തിൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും. അങ്ങനത്തെ ചില സന്ദർഭങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിലുണ്ട്. ആ സമയത്താണ് നമ്മൾ ഈ മക്കൾക്ക് വേണ്ടി ശപിക്കുന്നതെങ്കിൽ, അവർ നശിച്ചു പോകാനും തൊലഞ്ഞു പോകാനും ഒരിക്കലും നന്നാവാതിരിക്കാനും നമ്മൾ ശപിക്കുന്നതെങ്കിൽ അവർ പിന്നെ അങ്ങനെ ആവുള്ളൂ. അതൊരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും, അവൻ എത്ര മോശമാണെങ്കിലും അവൻ നന്നാകണം, നല്ല രൂപത്തിലാകണം എന്ന ആഗ്രഹവും പ്രാർത്ഥനയും മാത്രമേ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടുള്ളൂ. ഒന്നാമത്തെ കാര്യം. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മുടെ മക്കളെ റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് നിരാശരാക്കരുത്. എത്ര വൃത്തികെട്ടവനായിക്കോട്ടെ. അല്ലെ, വിശ്വാസം പഠിപ്പിച്ചിരുന്ന സംഭവമുണ്ട്. ബനു ഇസ്രായേലുകാരിൽപ്പെട്ട 2 കൂട്ടുകാർ. അതിലൊരു കൂട്ടുകാരൻ ആബിദാണ്, വളരെയധികം ഇബാദത്തുകളും മറ്റുമൊക്കെ ആയി മുന്നോട്ട് പോകുന്ന ഒരാളാണ്. മറ്റു കൂട്ടുകാരൻ അവൻ ഒരുപാട് തിന്മകൾ സംഭവിക്കുന്നുണ്ട്, ഒരുപാട് ഹറാമുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ആബിദായ കൂട്ടുകാരൻ തന്റെ കൂട്ടുകാരൻ നസീഹത്തോടെ പറഞ്ഞ് ഒരുപാട് സമയത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഗുണദോഷിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത്, ഇത് ഹറാമാണ്, നീ ഇങ്ങനെ ചെയ്യണം, ഇത് വാജിബാണ്. പല സന്ദർഭങ്ങളിലായി പറഞ്ഞു കൊടുത്തിട്ടും എത്ര പറഞ്ഞു കൊടുത്തിട്ടും ഇവനൊരു മാറ്റവും വരുന്നില്ല. അവസാനം ഈ ആബിദിന് ഇടയ്ക്ക് എന്ത് ചെയ്തപ്പോ ദേഷ്യം വന്നത്. എന്ന് വെച്ചാൽ എത്ര കാര്യം പറഞ്ഞു കൊടുക്കുന്നു, ഇവൻ എന്താ തിരുത്താത്തത് എന്ന് ആലോചിച്ചിട്ട് അവൻ ഒരിക്കൽ പറഞ്ഞു പോവാണ്. ആ ആബിദ് എന്താ, അള്ളാഹുവാണ് സത്യം, അള്ളാഹു നിനക്ക് ഒരിക്കലും പുറത്തു തരികയില്ല. ആബിദ് ഹറാമ് ചെയ്യുന്ന, തോന്നിയാസങ്ങൾ ചെയ്ത് നടക്കുന്ന കൂട്ടുകാരനോട് പറയാണ്, അള്ളാഹുവാണ് സത്യം, അള്ളാഹു നിനക്ക് ഒരിക്കലും പുറത്തു തരാനേ പോകുന്നില്ല. അപ്പൊ അള്ളാഹു വഹയിറക്കാണ്. അള്ളാഹു ആ സമയത്ത് വഹയിറക്കാണ്. എന്താ പറഞ്ഞ അള്ളാഹു? ഞാൻ ഇങ്ങനെയേ ചെയ്യാവൂ എന്ന് എന്റെ മേൽ നിർബന്ധം പിടിക്കുന്നത് ആരാണ്? നമ്മൾ അടിമയാണ്, റബ്ബ് ഉടമയാണ്. അവൻ റബ്ബ് ഇങ്ങനെയൊക്കെ ചെയ്യാവൂ നമുക്ക് പറയാം. നമുക്ക് എന്താ അധികാരമുള്ളത്? ഒരധികാരമില്ല. റബ്ബ് ഇയാൾക്ക് ഹിദായത്ത് കൊടുക്കണം, ഇവന് പുറത്തു കൊടുക്കണം, ഇവന് നശിപ്പിക്കണം എന്ന് പറയാൻ നമുക്കൊരു അധികാരമില്ല. അതൊക്കെ റബ്ബിന്റെ കൈകളില്ല.
അങ്ങനെ പറയുന്ന അത്രയും വലിയ ധിക്കാരം കാണിക്കുന്നത് ആരാണ്? അള്ളാഹ് ചോദിക്കാം. എന്നിട്ട് പറയാണ്, അവന്റെ അമലുകൾ ഞാനിതാ പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയുന്നുണ്ട്, അവന്റെ ആയുഷ്കാലത്തിലെ മുഴുവൻ ഇബാദത്തുകളും ഒരൊറ്റ വാക്കുകൊണ്ട് അവൻ എന്ത് ചെയ്തു? പൊളിച്ചു കളഞ്ഞു. ഒരൊറ്റ വാക്കുകൊണ്ട്. ഇതൊരിക്കലും നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഉണ്ടാകരുത്. നീ ഒന്നൊരിക്കലും നന്നാകാൻ പോകുന്നില്ലടാ എന്ന സംസാരം ഒരിക്കലും നമ്മുടെ മക്കളോട് നമ്മൾ പറയരുത്. എപ്പോഴും നമ്മൾ പ്രതീക്ഷയുടെ വാക്കുകളാണ് മക്കൾക്ക് ഇട്ടുകൊടുക്കേണ്ടത്. നീ ഇപ്പൊ തൗബ ചെയ്താൽ ഇപ്പോഴും നിന്റെ റബ്ബ് നിനക്ക് എന്ത് ചെയ്തും? പുറത്തു തരും. നീ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നിനക്ക് ഇനിയും നന്നാവാൻ ചാൻസ് ഉണ്ട്. നിന്റെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരേക്കും നിനക്ക് തൗബ ചെയ്യാം, അള്ളാഹു സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മക്കളെ താക്കീത് ചെയ്യേണ്ടത്. അല്ലാതൊരിക്കലും ശാപവാക്കുകൾ നമ്മുടെ മക്കൾക്ക് നേരെ നമ്മൾ ഉപയോഗിച്ചുകൂടാ. അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ്. അവർക്ക് ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ ഷർറിന് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുക എന്നുള്ളത് ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ പ്രാർത്ഥന മാത്രം കാര്യമില്ലല്ലോ. നമുക്ക് എന്തൊരു കാര്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ആ പ്രാർത്ഥിച്ച കാര്യത്തിനോട് യോജിക്കുന്ന സബബുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. ഒരുപാട് സബബുകൾ ദീനുൽ ഇസ്ലാം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ മക്കൾ നന്നായി തീരാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ സബബ് എന്താണെന്നറിയോ? ഒന്നാമത്തെ സബബ്, വിവാഹം കഴിക്കുമ്പോൾ ഏറ്റവും നല്ല ഭാര്യയെ തെരഞ്ഞെടുക്കുക എന്നുള്ള. തുൻകഹുൽ മർഅതു ലി അർബഈൻ, ഒരു സ്ത്രീ വിവാഹം ചെയ്യപ്പെടുക 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവളുടെ ഭംഗിക്ക് വേണ്ടി, സമ്പത്തിനു വേണ്ടി, അവളുടെ പദവി അല്ലെങ്കിൽ തറവാട്ട് മഹിമയ്ക്ക് വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ? ഫദ്ഫർ ബിദാത്തിദ്ദീൻ തരിബത് യദാക്. നീ എന്ത് ചെയ്യണം? ദീനുള്ളവൾക്ക് പ്രാധാന്യം കൊടുക്കണം. ദീനുള്ളവൾക്ക് നീ പ്രാധാന്യം കൊടുക്കണം. ഫദ്ഫർ എന്ന് പറഞ്ഞാൽ നീ ദീനുള്ളവളെ വിജയിച്ചെടുക്കണം. ശരിക്കും നേർക്കുന്നൊരു അർത്ഥം എന്നുവെച്ചാൽ, നിനക്ക് ദീനുള്ളവളെ കിട്ടിയാൽ നീ വിജയിച്ചു. ദീനുള്ളവളെ നിനക്ക് കിട്ടിയാൽ നീ വിജയിച്ചു. ഒരു പെണ്ണിന് സമ്പത്തില്ല, സൗന്ദര്യമില്ല, തറവാട്ട് മഹിമ ഇല്ലെങ്കിൽ, അവൾക്ക് ദീനുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അവളുടെ സമ്പത്തില്ലായ്മ ഒരു കുറവായിട്ട് തോന്നൂല, സൗന്ദര്യമില്ലായ്മ ഒരു കുറവായിട്ട് തോന്നൂല, അവളുടെ തറവാട്ട് മഹിമ ഇല്ലാത്ത നിങ്ങൾക്കൊരു കുറവായിട്ട് തോന്നൂല. എന്നാൽ അവൾക്ക് ദീനില്ലെങ്കിൽ, എത്ര സമ്പത്തുണ്ടായിക്കോട്ടെ, എത്ര സൗന്ദര്യമുണ്ടായിക്കോട്ടെ, എത്ര വലിയ തറവാട്ടിലെ പെണ്ണായിക്കോട്ടെ, നിങ്ങൾക്ക് അവളെ കൊണ്ട് ഒരു സൗര്യ ജീവിതം കിട്ടൂല. നിങ്ങളുടെ മക്കൾ നല്ല മക്കളായി വളരുകയുമില്ല. നമ്മൾ ശ്രദ്ധിക്കണം, ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് അവന്റെ ഉപ്പയേക്കാൾ അടുത്ത് നിൽക്കുന്ന ആളാണ്. ഒരു കുട്ടിയുടെ ഒന്നാമത്തെ പാഠശാല എന്ന് പറയുന്നത് അത് മസ്ജിദോ മദ്രസയോ ഒന്നല്ല, അവന്റെ ഉമ്മയാണ്. ആ കുട്ടിയുടെ ഉമ്മയാണ് ഒന്നാമത്തെ മദ്രസ. ഈ കുട്ടി ഉമ്മയിൽ നിന്ന് പഠിക്കുന്നത്ര വേറെ ആരും പഠിക്കൂല. ഏറ്റവും കൂടുതൽ ആ കുട്ടിയെ സ്വാധീനിക്കുക, ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ആ കുട്ടി പഠിക്കുക അവന്റെ ഉമ്മയിൽ നിന്ന്. അപ്പൊ ഈ ഉമ്മ ദീനില്ലാത്തവളാണെങ്കിൽ കുട്ടിയും സ്വാഭാവികമായിട്ടും ദീനില്ലാത്ത കുട്ടിയായിട്ട് വളരൂ. മത്തൻ നട്ട കുമ്പളം മുളയ്ക്കൂല പറയാറുണ്ട് മലയാളത്തിൽ. ഉമ്മക്ക് ദീനില്ലെങ്കിൽ കുട്ടിക്കും ദീനുണ്ടാവൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ സ്ത്രീകളെ തെരഞ്ഞെടുക്കുമ്പോൾ, വിവാഹാലോചനകൾ വരുമ്പോൾ അതിലേറ്റവും ദീനുള്ള സ്ത്രീയെ തെരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. മറ്റുള്ളതിനൊക്കെ സെക്കൻഡ് പ്രയോറിറ്റി മാത്രം കൊടുക്കുക. ഈ ആലോചനയേക്കാൾ സമ്പത്ത് കുറച്ച് കുറവാണെങ്കിലും, മൂന്നാമത്തെ ആലോചനയേക്കാൾ കുറച്ച് സൗന്ദര്യം കുറവാണെങ്കിലും, നാലാമത്തെ ആലോചനയേക്കാൾ കുറച്ച് തറവാട്ട് മഹിമ കുറവാണെങ്കിലും ദീൻ കൂടുതലുള്ളവൾക്ക് പ്രാധാന്യം കൊടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അവൻ വിജയിക്കും. ഇനിയിപ്പോൾ വിവാഹം കഴിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങളുടെ സ്ത്രീകളെ നല്ലൊരു സ്ത്രീയാക്കി മാറ്റുക. നിങ്ങളുടെ ഭാര്യമാരെ നല്ലൊരു ഭാര്യയാക്കി മാറ്റുക. അത് സാധിക്കും, വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ നന്നാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഭാര്യമാരെ നന്നാക്കാന്നുള്ളൂ. ഭാര്യമാർ മാത്രം നിങ്ങൾ വിചാരിക്കണം, നിങ്ങളും ആ രൂപത്തിലാകണം. ഒരിക്കലും അവരെ മാത്രം കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല.
നമ്മുടെ ഭാഗവും ക്ലിയർ ആക്കണം, അവരെയും എന്ത് ചെയ്യണം, ക്ലിയർ ആക്കണം. ഇതാണ് നമ്മൾ ഏറ്റവും ആദ്യം. ഏതുപോലെ ഒരു മരത്തിന്റെ വേരുകൾ പോലെയാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ എന്നുള്ളത്. മണ്ണിൽ നിന്ന് എന്താണോ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത് അതേ എന്ത് ചെയ്യുള്ളൂ, പുറത്തേക്ക് വരുള്ളൂ. അപ്പൊ നമ്മളിൽ നിന്ന് കിട്ടുന്നത് എന്താണോ അതേ എന്ത് ചെയ്യുള്ളൂ, മക്കളിൽ പ്രകടമാവുള്ളൂ. അപ്പൊ നമ്മളിൽ നല്ലതാണ് കുട്ടിക്ക് കിട്ടുന്നതെങ്കിൽ ആ കുട്ടിയിൽ നിന്ന് നല്ലതേ പുറത്തേക്ക് വരുള്ളൂ. ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ ഭാര്യയെ നമ്മൾ എങ്ങനെ നന്നാക്കാം, അതിനെന്ത് ചെയ്യണം, ആദ്യം നമ്മൾ നന്നാവണം. ഒരിക്കലും നമ്മൾ നന്നാവാതെ ഭാര്യ നന്നാക്കാൻ പോകരുത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ പെർഫെക്റ്റുകൾ, നമ്മുടെ നന്മകൾ മാത്രം ചിന്തിച്ച് നമ്മൾ അൽഹംദുലില്ലാ ഇപ്പോൾ ഓക്കെയാണ്, ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ ഓക്കെ. ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ മുൻഗാമികൾ എങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്. അദ്ദേഹം പറയുന്നത്, ഒരു മുഅ്മിനായ ഒരാൾ, നല്ലൊരു വ്യക്തി, ഈമാനുള്ള ഒരാൾ, അയാൾക്ക് ജീവിതത്തിൽ പറ്റിപ്പോയ തിന്മകൾ, അയാൾ ഒരുപാട് നന്മകളുണ്ടാവും, ഒരുപാട് ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ടാവും, ഏറ്റവും ഹൈറായിട്ടുള്ള അവസ്ഥയിലായിരിക്കും. പക്ഷേ അയാൾക്ക് പറ്റിപ്പോയ ഒരു തിന്മയെ അയാൾ എങ്ങനെ കണക്കാക്കാന്നറിയോ? തന്റെ തലയ്ക്ക് മുകളിൽ ഇപ്പൊ വന്ന് വീഴും എന്ന നിലയ്ക്ക് നിൽക്കുന്ന ഒരു മലയെ പോലെയാണ് എന്ത് ചെയ്യുക, അയാൾ അതിനെ കണക്കാക്കുക. നമ്മുടെ തൊട്ട് തലയ്ക്ക് മുകളിൽ ഒരു മല ഇപ്പൊ വീഴുന്ന പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾക്ക് വേറൊന്നും ചിന്തിക്കാൻ കഴിയില്ല. നമ്മൾ ചെയ്ത നിസ്കാരങ്ങളുടെ വലിപ്പത്തെ പറ്റിയോ സ്വതക്കകളുടെ എണ്ണത്തെ പറ്റിയോ നമ്മൾ ഓതിയ ഖുർആൻ പാരായണത്തിന്റെ പേജുകളെ പറ്റി നമുക്കൊന്നും ചിന്ത വരൂല. നമ്മുടെ ടെൻഷൻ എപ്പോഴും ഈ തിന്മകളെ പറ്റിയിട്ടായിരിക്കും. ഇതേപോലെ നമ്മൾ നമ്മുടെ സ്വന്തത്തിൽ സെൽഫിലേക്ക് നോക്കേണ്ടത് എങ്ങനെയാ? നമ്മുടെ പോരായ്മകളിലേക്കാണ്. ഞാൻ എന്തൊക്കെ ഇനി ശരിയാക്കാനുണ്ട് അതിലേക്കാണ് നോക്കേണ്ടത്. ഞാൻ എന്തൊക്കെ ഇനി മെച്ചപ്പെടുത്ത പ്രോഗ്രസ് ആക്കാനുണ്ട് നമ്മൾ അതിലേക്കാണ് നോക്കേണ്ടത്. നമ്മൾ ഒരിക്കലും നമ്മളെ പറ്റി നമ്മൾ പെർഫെക്റ്റ് ആണെന്നൊരു രൂപത്തിൽ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യും? ഒന്നാമത്തെ അവിടെ നിന്ന് മുഴുവൻ പിഴവ് സംഭവിക്കും. നമുക്ക് ഒരുപാട് പോരായ്മകളുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് നമുക്ക് മാറ്റങ്ങൾ തുടങ്ങുക. ഈ തിരിച്ചറിവാണ് നമുക്ക് ആദ്യം വേണ്ടത്. നമുക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. അത് നിങ്ങളെ മാത്രമല്ല, ഞാൻ എന്നെ സംബന്ധിച്ച് ആദ്യം പറയാം. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ബനി ആദമ ഖത്താ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആദമിന്റെ എല്ലാ മക്കളും അങ്ങേറ്റം തെറ്റ് ചെയ്യുന്നവർ. എല്ലാ മനുഷ്യന്മാരുടെ അവസ്ഥയാണ്. തെറ്റുകൾ പറ്റാത്തവരാരുമില്ല. തെറ്റുകൾ പറ്റുക എന്നുള്ളത് കൊണ്ട് നമ്മൾ മോശക്കാരാവൂല. പക്ഷെ നമ്മൾ തെറ്റുകൾ പറ്റിയ തെറ്റാണെന്ന് മനസ്സിലാകുമ്പോൾ അത് തിരുത്താതെ, മാറ്റാൻ ശ്രമിക്കാതെ, അതിൽ നിന്ന് തൗബ ചെയ്യാതെ, ഇസ്തിഗ്ഫാർ ചെയ്യാതെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ് നമ്മളെ മോശക്കാരാക്കുന്ന കാര്യം. അല്ലാതെ തെറ്റുകളൊക്കെ എല്ലാവർക്കും പറ്റും. തെറ്റുകൾ പറ്റുക എന്നുള്ളത് നമ്മളെ മോശക്കാരാക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഏറ്റവും നല്ല ഉദാഹരണമാണ് ആര്? നമ്മുടെ ഉപ്പയായ ആദം അലൈഹിസ്സലാം. ആദം അലൈഹിസ്സലാമയുടെയും ഇബ്ലീസിന്റെയും ഇടയിൽ നടന്ന ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾക്കൊക്കെ അറിയാം. ഈ ചരിത്രത്തിൽ ആദം അലൈഹിസ്സലാം എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുവിനെ ധിക്കരിക്കുന്നുണ്ട്. ഇബ്ലീസും അള്ളാഹുവിനെ ധിക്കരിക്കുന്നുണ്ട്. ഇല്ലേ? ഓർമ്മയുണ്ടോ? ആദം അലൈഹിസ്സലാം എന്താ ധിക്കരിക്കുന്നത്? എന്താ? പഴം കഴിക്കരുതെന്ന് പറഞ്ഞു, പഴം കഴിച്ചു. ഇബ്ലീസ് എന്താ ധിക്കരിച്ചത്? എങ്ങനെ ധിക്കരിച്ചത്? സുജൂദ് ചെയ്യാൻ പറഞ്ഞു, സുജൂദ് ചെയ്തില്ല. രണ്ടുപേരും നമ്മൾ ശ്രദ്ധിക്കണേ, രണ്ടുപേരും അള്ളാഹുവിനെ ധിക്കരിച്ചവരാ. പക്ഷേ നമ്മൾ ആഫ്റ്റർ എഫക്ട് നോക്കി അവസാനം പര്യവസാനം എന്താ? ആഖിബത്ത് എന്താ? ഒരാൾ അള്ളാഹുവിന് നബിമാരിൽപ്പെട്ടൊരു നബിയാണ്. അള്ളാഹു തൃപ്തിപ്പെട്ട ഏറ്റവും ഉന്നതമായ സ്ഥാനം നൽകിയ ഒരു നബിയായി തീർന്നു. മറ്റാളോ ശപിക്കപ്പെട്ട, അള്ളാഹുവിന്റെ റഹ്മത്തിന് അകറ്റപ്പെട്ട ഏറ്റവും വലിയ തെമ്മാടിയായി അവൻ എന്ത് ചെയ്തു? ആയിത്തീർന്നു. എന്താ കാരണം? എന്താ? രണ്ടുപേരും തിന്മ ചെയ്തവരാ. എന്താ അവർക്ക് തമ്മിൽ വ്യത്യാസം? എന്താ? ഒന്ന് നബിയും ഒന്ന് മനുഷ്യനും ഒന്ന് ജിന്നും ആയതുകൊണ്ടാ?
ഒരാൾ തെറ്റ് പറ്റിയപ്പോൾ എന്ത് ചെയ്തു? തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞു, അത് എന്റെ പോരായ്മയാണെന്ന് മനസ്സിലാക്കി, അത് തിരുത്തി. മറ്റാൾ എന്ത് ചെയ്തില്ല? അത് സ്വന്തം തെറ്റാണെന്ന് തിരിച്ചറിയാനുള്ള വകതിരിവ് പോലും റബ്ബ് അവന് നൽകിയില്ല. മറിച്ച് റബ്ബെ നീ എന്നെ പഴപ്പിച്ചു എന്നവർ. അവൻ ഒരിക്കലും സ്വന്തത്തിലേക്കല്ല വിരൽ ചൂണ്ടുന്നത്, എന്റെ പ്രശ്നമാണെന്നുള്ള രൂപത്തിലല്ല ചിന്തിക്കുന്നത്. റബ്ബെ നീ എന്നെ പഴപ്പിച്ചു എന്ന രൂപത്തിലാണ് ശൈത്താൻ സംസാരിക്കുന്നത്. അവിടെ തന്നെ അങ്ങനെ ചിന്തിച്ചാൽ അവിടെ തന്നെ ഒരു മനുഷ്യൻ തെറ്റി. നമ്മളെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടത് നമ്മുടെ പോരായ്മകളെ സംബന്ധിച്ച, തെറ്റുകളെ സംബന്ധിച്ച, നമുക്ക് എന്തൊക്കെ പെർഫെക്റ്റ് ആക്കാനുണ്ട്, ആയതിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട. അത് നമ്മൾ കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. നമ്മളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇപ്പൊ നിലവിലുണ്ട് അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചാൽ മതി. അതിലെന്തൊക്കെ നമുക്ക് മാറ്റം, എങ്ങനെയൊക്കെ നമുക്ക് ശരിയാക്കാൻ സാധിക്കും, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും, അങ്ങനെ നമ്മൾ ചിന്തിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്താൻ പരിശ്രമിച്ച് അങ്ങനെ മുന്നോട്ട് പോവാം. മരണം വരേക്കും അങ്ങനെ തന്നെയാണ്. നമുക്കൊരിക്കലും പെർഫെക്റ്റ് ആകാൻ സാധിക്കില്ല. പക്ഷേ ആകാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ മേൽ നിർബന്ധം. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് വലിയ ഒരു പണ്ഡിതനാണ്. എത്രയോ വിദൂര നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി മാത്രം വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത്രയും ദൂരത്ത് നിന്ന്, ആഫ്രിക്കൻ രാജ്യം ഏതൊരു രാജ്യത്ത് നിന്ന് വന്നിട്ട് ഞാൻ അവിടെ നിന്ന് വരുന്നത് താങ്കളെ കാണാൻ വേണ്ടി മാത്രം, താങ്കളെ കാണാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ ഒന്നും ആയിട്ടില്ല, എന്റെ അവസ്ഥ എന്ത് മാത്രമാണ്, ഞാൻ ഇന്നു വരേക്കും എന്റെ ഇസ്ലാമിനെ നന്നാക്കി പ്രോഗ്രസ് ആക്കി കൊണ്ടുപോകുന്ന ഒരാൾ മാത്രം, വേറൊന്നുമല്ല. ഞാൻ മറ്റൊന്നുമല്ല, ഞാൻ എവിടെ എത്തിയിട്ടില്ല, വേറൊന്നും ആയിട്ടില്ല എന്നാര് പറയണം? ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. ഈ ഒരു നിലപാട് നമ്മൾക്കുണ്ടാവണം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിലെ പോരായ്മകൾ ഇങ്ങനെ മാറ്റി തിരുത്തി അങ്ങനെ ശരിയാക്കി അങ്ങനെ കൊണ്ടുപോകും. ഇതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. അതിനുശേഷം നമ്മൾ ശരിയാക്കിയതിന് ശേഷം നമ്മുടെ ഭാര്യയിലേക്ക്. ഇത് രണ്ടും നമ്മളും നമ്മുടെ ഭാര്യയും ശരിയായി കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് എന്ത് ചെയ്യും? നമ്മുടെ മക്കളെ അത് വലിയ രീതിയിൽ സ്വാധീനിക്കും. അപ്പൊ ഭാര്യയെ എങ്ങനെ ശരിയാക്കണം? ഇതേപോലെ തന്നെ അവളിലുള്ള പോരായ്മകൾ അതൊരിക്കലും എന്ത് ചെയ്യരുത്, ശക്തമായ രൂപത്തിൽ ദേഷ്യപ്പെട്ടിട്ടൊന്നും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്ക് ആ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെ തിരുത്തപ്പെടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതേപോലെ എന്ത് ചെയ്യുക? ഭാര്യയ്ക്കും തിരുത്തി കൊടുക്കുക. ഏറ്റവും നല്ല രൂപത്തിൽ, ഏറ്റവും നല്ല സൗമ്യമായ വാക്കുകൾ ഉപയോഗിച്ച്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയത്തിൽ വളരെ കർക്കശ രൂപത്തിൽ നമ്മൾ ഒരിക്കലും പെരുമാറരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ പറ്റി പഠിപ്പിച്ചെന്നത് അൽ ഖവാരീർ എന്ന് പറഞ്ഞാൽ പളുങ്ക് പാത്രങ്ങൾ. ഒന്ന് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടും. ആ രൂപത്തിൽ വളരെ സോഫ്റ്റായ രൂപത്തിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ? നമ്മൾ അവരോട് പെരുമാറാൻ പാടുള്ളൂ. ഒരിക്കലും മൂർച്ചയേറിയ വാക്കുകൾ അവർക്കെതിരെ പ്രയോഗിക്കരുത്, ഭാര്യമാർക്കെതിരെ. നമ്മുടെ ശക്തിയുള്ള കരങ്ങൾ കൊണ്ട് അവരെ പ്രഹരിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുത്. വളരെ നല്ല രൂപത്തിൽ, ഏറ്റവും സൗമ്യമായ രൂപത്തിൽ മാത്രമേ സ്ത്രീകളോട് പെരുമാറാൻ പാടുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കണം. എന്റെ ഭാര്യയല്ലേ, ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യും എന്ന നിലപാട് വളരെ അപകടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ? ഖിയാറുക്കും ലിനിസായിക്കും. നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ ആരാ? നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുന്ന ആളുകളാണ്. അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് വെക്കേ. നമുക്ക് കുടുംബക്കാരുടെ അടുക്കലേക്ക് പോകുമ്പോൾ നല്ല പെരുമാറ്റം, ആർക്കും നമ്മളെ പറ്റി ഒരു പരാതിയില്ല. അവൻ നല്ല പെരുമാറ്റ, അവനൊരിക്കലും മോശമായിട്ട് പറയൂലല്ലോ എന്ന് കുടുംബക്കാരോട് ചോദിച്ച് നമ്മളെ പറ്റി പറയും. കൂട്ടുകാരോട് ചോദിച്ചാൽ നമ്മളെപ്പറ്റി നല്ലതല്ലാതെ അവർക്കൊന്നും പറയാനില്ല. അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, കുറേ മദ്ഹുകൾ നമ്മളെപ്പറ്റി പറയാനുണ്ടാവും. അയൽക്കാരോട് ചോദിച്ചാലും ഹൈറാണ്. പക്ഷേ വീട്ടിനകത്ത് ഭാര്യയോട് ചോദിച്ചാലോ? നമ്മുടെ അവസ്ഥ, നമ്മുടെ ശരിക്കുള്ള സ്വഭാവം എന്താണ് എന്നറിയാൻ നമ്മൾ ചോദിക്കേണ്ടത് ഭാര്യയോടാണ്. അതാണ് നമ്മുടെ ശരിക്കുള്ള, നമ്മുടെ തനി നിറന്ന് പറയാറില്ലേ, അത് നമ്മുടെ ഭാര്യയോട് ചോദിച്ചാൽ അറിയാം. കാരണം അവിടെ വേറെ ആരും നമ്മളെ നോക്കാനില്ല, നമ്മളെ വിലയിരുത്താനോ മാർക്കിടാനോ ആരുമില്ല. അവിടെ നമ്മളും റബ്ബും മാത്രം. ആ സന്ദർഭത്തിൽ നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാൻ സാധിക്കണം, സൗമ്യത കാണിക്കണം. ഏറ്റവും
അവർക്ക് മനസ്സിൽ വേദനയില്ലാത്ത വാക്കുകൾ പ്രയോഗിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെ, സ്ത്രീകളെ ഉപദേശിക്കുന്നതിൽ ഏറ്റവും അവസാനത്തെ, അല്ലെ, 18ാമത്തെ അടവ് എന്ന് പറയുന്ന പോലെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് അടി. ആ അടി തന്നെ എങ്ങനെയാണെന്നറിയോ? പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത് മിസ്വാക്ക് കൊണ്ടാ, അറാക്കിന്റെ കൊള്ളി കൊണ്ട്. അറാക്കിന്റെ കൊള്ളി കൊണ്ട് അടിച്ചാൽ ഒരു വേദന ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ നമുക്ക് ആ കാര്യത്തോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കുക എന്നതിലുപരി അവളെ അടിച്ച് എന്താ പറയാ, തൊലി പൊളിക്കുക എന്നുള്ളതല്ല ദീന് പഠിപ്പിച്ചു തരുന്നത്. എല്ല് പൊട്ടാനോ തൊലി മുറിയാനോ പാടില്ല. അതാണ് ഏറ്റവും അവസാനത്തെ പടി. ഒരു നിലയ്ക്കും മറ്റെന്ത് ചെയ്തിട്ടും ശരിയാകുന്നില്ല എന്ന് കണ്ടാൽ ഏറ്റവും അവസാനം സ്വീകരിക്കേണ്ട നിലപാടാണ്. അതുപോലും ഈ രൂപത്തിലാണെങ്കിൽ അതിന് മുമ്പത്തെ സ്റ്റെപ്പുകൾ എങ്ങനെയായിരിക്കും? ഏറ്റവും നല്ല രൂപത്തിൽ, ഏറ്റവും സൗമ്യമായ രൂപത്തിൽ. അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇനി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രയാസമാണെങ്കിൽ അങ്ങനെ നല്ല നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്ന സദസ്സുകളിൽ അവരെ കൊണ്ടു ചെന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഇരുത്തണം. അവർക്ക് അത്തരം വഴികൾ എളുപ്പമാക്കി കൊടുക്കണം. ഇനി ഇപ്പോൾ കൊണ്ടുപോകാൻ സ്ത്രീകൾക്ക് നല്ലത് വീട് തന്നെയാണ്. മസ്ജിദിൽ പോകുന്നതിനേക്കാളും ഒക്കെ ഹൈർ വീട് തന്നെ. അപ്പൊ അങ്ങനെ കൊണ്ടുപോകും. നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? വീട്ടിലിരുന്നിട്ട് അത്തരം പഠനങ്ങൾ എളുപ്പമാകുന്ന വഴികൾ നമ്മൾ എന്ത് ചെയ്യുക? അവർക്ക് എളുപ്പമാക്കി കൊടുക്കുക, സജ്ജീകരിച്ചു കൊടുക്കുക. ഇന്റർനെറ്റും മറ്റു സൗകര്യങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് വ്യാപകമാണ്. അത്തരം കാര്യങ്ങൾ മറ്റു ശ്രദ്ധകൾ കടന്നു വരാത്ത രൂപത്തിൽ അവർക്ക് ദീനിന്റെ അധ്യാപനങ്ങൾ പഠിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കൽ നമ്മുടെ മേൽ നിർബന്ധ ബാധ്യതയാണ്. നമ്മുടെ മേൽ നിർബന്ധ ബാധ്യതയാണ്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം? മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മളിലുള്ള മാറ്റമാണ് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മക്കൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ആരുമായിട്ടാണ് നിങ്ങൾ പരിശോധിക്കണം. അത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൾ അവന്റെ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ആരുടെ കൂടെയാണ്, അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണ്? അല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവന്റെ ഫ്രീ ടൈമുകൾ, അവന്റെ ഒഴിവു സമയങ്ങൾ അവൻ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത്? ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. കാരണം അവൻ ഏറ്റവും അധികം സ്വാധീനിക്കുക ഈ കാര്യങ്ങളാണ്. മാതാപിതാക്കൾ കഴിഞ്ഞാൽ പിന്നെ അവൻ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക ഈ കാര്യങ്ങൾ. ചിലപ്പോൾ കൂട്ടുകാരായിരിക്കും, ചിലപ്പോ മൊബൈലുകളായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. എന്താണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ഹൈറും ഉണ്ടാവും ഷെറും ഉണ്ടാവും. മൊബൈലായിക്കോട്ടെ, ഇനിയിപ്പം പന്തായിക്കോട്ടെ, അല്ലെങ്കിൽ കൂട്ടുകാരായിക്കോട്ടെ, എല്ലാത്തിലും ഹൈറും ഷെറും ഉണ്ടാവും. നമ്മൾക്ക് ഈ മക്കളെ പഠിപ്പിച്ചു കൊടുക്കാനും അവരെ വളർത്തിക്കൊണ്ടുവരാനും സാധിക്കണം. ഈ വേർതിരിവ് എന്ന് വെച്ചാൽ ഈ ഹൈറും ഷെറും, ഞാൻ ഇതിൽ ആരുടെ കൂടെയാണ് കൂട്ടുകൂടേണ്ടത്, ഞാൻ എങ്ങനെയാണ്, ഞാൻ കളിക്കുന്നുണ്ടെങ്കിൽ തന്നെ എങ്ങനെയാണ് കളിക്കേണ്ടത്, ഞാൻ മൊബൈൽ ഉപയോഗിക്കേണ്ട സന്ദർഭം വന്നാൽ തന്നെ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, നമ്മൾ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതിൽ ഹൈറും ഷെറും നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് വേർതിരിച്ച് പറഞ്ഞു കൊടുക്കണം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അൽമർഉ അലാ ദീനി ഖലീലിഹി, ഓരോ മനുഷ്യനും തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരുടെ ദീനിലാണ്. ഓരോ മനുഷ്യനും അവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരന്റെ ദീനിലാണ്. നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ആരാ? നമ്മുടെ ഒഴിവു സമയങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ആരുമായിട്ടാണ്? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഖലീൽ അതാണ്. നമ്മൾക്ക് ഫ്രീ കിട്ടുമ്പോൾ, ഒഴിവു സമയം കിട്ടുമ്പോൾ നമ്മൾ സമയം ചെലവഴിക്കുന്നത്, നമ്മൾ കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത് ആരുമായിട്ടാണോ അതാണ് നമ്മുടെ ഖലീൽ. ചിലരുടെ ഖലീല് ഗെയിമുകളാണ്, ചിലരുടെ ഖലീല് ഫുട്ബോളാണ്, ചിലരുടെ ഖലീല് ഫേസ്ബുക്കിലെയും ഇൻസ്റ്റാഗ്രാമിലെയും വാട്സപ്പിലേക്ക് ചില ഗ്രൂപ്പുകളും പേജുകളൊക്കെ. അത് നിരുപാധികം മോശമാണെന്നല്ല, നിങ്ങൾ പരിശോധിക്കണം അത് മോശമാണോ. അത് അവനെ ഖൈറിലേക്ക് എത്തിക്കുന്നതാണെങ്കിൽ എന്ത് ചെയ്യട്ടെ, അവനതിൽ തുടരട്ടെ. എന്നാൽ അത് അവനെ ഷെറിലേക്ക് എത്തിക്കുന്നതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് പറഞ്ഞു കൊടുക്കണം, തിരുത്തി കൊടുക്കണം.
പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മൊബൈൽ ഫോണുകളുമായി നമ്മുടെ മക്കൾ തനിച്ചാകുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. മൊബൈൽ ഫോണുകളുമായി നമ്മുടെ മക്കൾ തനിച്ചാകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഒറ്റയ്ക്കാകുമ്പോൾ എന്ത് ചെയ്യും? ശൈത്താൻ ഒരു മനുഷ്യന്റെ മേൽ കൂടുതൽ നിയന്ത്രണം ഉണ്ടാവും. ഒറ്റയ്ക്കാകുമ്പോൾ ഒരു മനുഷ്യന് ശൈത്താന്റെ മേൽ കൂടുതൽ നിയന്ത്രണം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ മൊബൈൽ ഫോണുമായി ഒറ്റയ്ക്കാകുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അവൻ അത്രയും അത്യാവശ്യ കാര്യങ്ങൾ ഉപയോഗിക്കണം എന്നൊക്കെ വാശി പിടിക്കണം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ പരസ്യമായിട്ട് ഉപയോഗിക്കാൻ അനുവദിക്കുക. രഹസ്യമായിട്ട് ഉപയോഗിക്കാൻ അനുവദിക്കരുത്. ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? അവരിലെ ഹൈറും ഷെറൊക്കെ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുന്ന അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അതിലെ ഷെറുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ, നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മക്കളോട് പെരുമാറുന്ന വിഷയത്തിൽ, ഇത്തരം തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നമ്മൾ വളരെയധികം എന്ത് ചെയ്യേണ്ടതാണ്? ശ്രദ്ധിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം റഹ്മത്തോടു കൂടിയിട്ടല്ലാതെ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? മക്കളോടോ അല്ലെങ്കിൽ പേരമക്കളോടോ അല്ലെങ്കിൽ മക്കളുടെ പ്രായമുള്ള ആളുകളോടൊന്നും പെരുമാറിയിട്ടില്ല. ഏറ്റവും റഹ്മത്തോടുകൂടെ. നമ്മൾക്ക് പല സന്ദർഭത്തിൽ ദേഷ്യം വരും, സ്വാഭാവികമാണ്. മക്കളുടെ പല പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, പല പെരുമാറ്റങ്ങൾ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ദേഷ്യം വരും. അത് മനുഷ്യന്റെ ഫിത്രത്തിലുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത്തരം ദേഷ്യം വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക? മിണ്ടാതിരിക്കുക. ആ ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യണ്ട? അവനെ വഴക്ക് പറയണ്ട. അല്ലെങ്കിൽ ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ നമ്മൾ അവൻ എന്ത് ചെയ്യണ്ട? അടിക്കണ്ട. കാരണം എന്താ? ശൈത്താൻ നമ്മളിലേക്ക് പ്രവേശിക്കുന്ന ഒരു വാതിലാണ് ദേഷ്യം എന്നുള്ളത്. നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിടത്ത് എന്ത് ചെയ്യില്ല? ദേഷ്യം ഉള്ള സമയത്ത് നിൽക്കൂല നാവ്. നമ്മൾ അടിക്കാൻ ഉദ്ദേശിച്ച ആ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് എന്ത് ചെയ്യും? നമ്മുടെ അടി അത് കടന്നു പോവും. കാരണം ശൈത്താന് നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യാൻ സാധിക്കും? കടന്നു കയറാനും അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നമ്മളെ മാറ്റങ്ങൾ വരുത്താനും പരിധി വിടാനും സാധിക്കും. അതിന് ഏറ്റവും നല്ല തെളിവാണെന്ത്? ഏറ്റവും കൂടുതൽ ത്വലാഖുകൾ ആളുകൾ പറഞ്ഞിട്ടുണ്ടാവുക ദേഷ്യത്തിന്റെ സമയത്തിലാണ്. നമ്മൾ ശ്രദ്ധിക്കണം, ഏറ്റവും ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നതും അല്ലെങ്കിൽ പരസ്പരം അകലുന്നതും അങ്ങനത്തെ സംസാരങ്ങൾ സംസാരിക്കുന്നതും പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ദേഷ്യത്തിന്റെ പുറത്താണ് മിക്കതും, 99%. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മക്കളോട് നമ്മൾ ഗുണദോഷിക്കുമ്പോൾ, അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ദേഷ്യം വന്നാലും അത് പുറത്തേക്ക് കാണിക്കണ്ട. അത്രയും വളരെ ഗൗരവപ്പെട്ട തിന്മകളാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവൂ? നമ്മൾ അവരോട് ദേഷ്യപ്പെടാവൂ. അതെന്തൊക്കെയാണ് ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട് പ്രധാനപ്പെട്ട കാര്യം. അപ്പോ മക്കളോട് ഒരിക്കലും എന്ത് ചെയ്യരുത്? പരമാവധി ദേഷ്യപ്പെടാതിരിക്കുക. റഹ്മത്താണ് അടിസ്ഥാനം. അസ്ൽ എന്നുള്ളത് റഹ്മത്താണ്. റഹ്മത്ത് അവിടെ എന്ത് ചെയ്യുന്നില്ല? കാരുണ്യം കാണിക്കുന്നതിന് എഫക്റ്റ് ഇല്ല, അത് ഗുണകരമാകുന്നില്ലാത്ത സന്ദർഭത്തിൽ മാത്രമേ എന്ത് ചെയ്യാവൂ? അല്ലെങ്കിൽ അത്രയും വലിയ ഗുരുതരമായ പ്രവർത്തനം തിന്മകളാണെങ്കിൽ മാത്രമേ ദേഷ്യപ്പെടാവൂ. മക്കളോട് എന്ത് ചെയ്യുക? റഹ്മത്തോടുകൂടി പെരുമാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ എത്രയോ സന്ദർഭങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ കേട്ടിട്ടുണ്ടാവും, ഒരു ചെറുപ്പക്കാരൻ എന്ത് ചെയ്യണം? പ്രായപൂർത്തി എത്തുന്ന ആ പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നിട്ട് പറയണം, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ എനിക്ക് വ്യഭിചാരം ചെയ്യാൻ അനുമതി തരണം, വ്യഭിചരിക്കാൻ എനിക്ക് അനുമതി തരണം. അപ്പൊ ഈ ചോദ്യം കേട്ടപ്പോൾ ചുറ്റുമുള്ള സ്വഹാബത്തിന് ദേഷ്യം വന്നു. അവർ പലതും ചെയ്യാനൊക്കെ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെന്ത് ചെയ്തു? സമാധാനപ്പെടുത്തി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നത് വളരെ സൗമ്യമായിട്ട് റഹ്മത്തോടുകൂടി ചോദിക്കാം, നീ പറഞ്ഞ ഈ ചോദിച്ച ഈ കാര്യം, അത് നിന്റെ ഉമ്മയെ സംബന്ധിച്ചാണ് ഒരാൾ ചോദിക്കുന്നതെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെടുമോ? ആ വ്യക്തി പറഞ്ഞു, ഇല്ല, ഒരിക്കലും ഇഷ്ടപ്പെടൂല. നിന്റെ പെങ്ങളെ പറ്റിയിട്ടാണെങ്കിലോ? ഇഷ്ടപ്പെടൂല. നിന്റെ മകളെ പറ്റിയിട്ടാണെങ്കിലോ? ഇഷ്ടപ്പെടൂല. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എല്ലാ സ്ത്രീകളും ഒന്നുകിൽ ആരുടെയെങ്കിലും ഉമ്മമാരായിരിക്കും,
അല്ലെങ്കിൽ ആരുടെയെങ്കിലും പെങ്ങന്മാരായിരിക്കും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പെൺമക്കളായിരിക്കും. അതുകൊണ്ട് നിനക്കിഷ്ടപ്പെടാത്തത് നീ എന്ത് ചെയ്യരുത്, അവർക്കും ഇഷ്ടപ്പെടരുത്. നിനക്കിഷ്ടപ്പെടാത്തത് നീ അവർക്കും ഇഷ്ടപ്പെടരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എത്ര റഹ്മത്തോട് കൂടിയിട്ടുള്ള പെരുമാറ്റമാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, ഒരു മസ്ജിദിൽ ഒരു ആറാബി കയറി വന്നിട്ട് മൂത്രമൊഴിച്ച സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാവും, കേട്ടിട്ടില്ലേ? ഒരു ആറാബി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ സംസ്കാരങ്ങളൊന്നും അദബൊന്നും പഠിച്ചിട്ടില്ല, എവിടെ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നൊരു ധാരണയില്ലാത്ത ആൾക്കാരാണ്. വളരെ പരുക്ക സ്വഭാവമുള്ള ആൾക്കാരാണ്. അതിലൊരു ആറാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ കൂടെ മസ്ജിദിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ മസ്ജിദിന്റെ അകത്ത് കയറി മൂത്രമൊഴിച്ചു. ഇയാൾ മൂത്രമൊഴിക്കുന്നത് കണ്ടപ്പോൾ സ്വഹാബത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് അയാളെ അടിക്കാൻ പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഊ, വെറുതെ വിടാൻ പറഞ്ഞു. അപ്പൊ ഈ ഇവരടിക്കാൻ വരുന്നത് ആര് കാണുന്നുണ്ട്? ആറാബി കാണുന്നുണ്ട്. ഇവര് ആ ഒരു വരവ് നിർത്തിയപ്പോൾ അദ്ദേഹം മൂത്രമൊഴിക്കുന്നത് പൂർത്തിയാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഒരു വലിയൊരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ആ മൂത്രമൊഴിച്ച സ്ഥലത്തേക്ക് വെള്ളം ഒഴിച്ചു, വൃത്തിയാക്കി. എന്നിട്ട് ഈ ആറാബിനെ വിളിച്ച് പറഞ്ഞു, ഈ മസ്ജിദുകൾ എന്നുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതല്ല. മസ്ജിദുകൾ എന്നുള്ളത് ഇബാദത്തിന്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ ആറാബിക്ക് കാര്യം മനസ്സിലായി. അപ്പൊ ആറാബി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, അള്ളാഹുവേ നീ മുഹമ്മദിന് മാത്രം റഹ്മത്ത് ചെയ്യണേ, കൂടെയുള്ള ആർക്കും റഹ്മത്ത് കൊടുക്കരുത് എന്ന് ആറാബി എന്തിനു പ്രാർത്ഥിക്കുന്ന രസകരമായ സംഭവമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ഒരുപാട് സന്ദർഭങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കാണാം. നമ്മൾ ഈ റഹ്മത്ത് തന്നെ മക്കളുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേറ്റം പാലിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹും ഉണ്ടാവാറുണ്ട് പല സന്ദർഭങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് പോകുന്നത് കാത്തു നിൽക്കും. ആര്? രണ്ട് പേരക്കുട്ടികളാണല്ലോ. സുജൂദ് പോയത് എന്ത് ചെയ്യും? വല്യുപ്പാന്റെ മുതുകത്ത് ചാടിക്കയറും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാൻ സാധിക്കില്ല? സുജൂദിന് എഴുന്നേൽക്കാൻ സാധിക്കില്ല. സാധിക്കാനിട്ടല്ല, മക്കള് കളിക്കുന്നത് പൂർത്തിയാകാൻ വേണ്ടി എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനഃപൂർവ്വം കാത്തു നിൽക്കും. അങ്ങനെ ഇതിങ്ങനെ കുറെ നേരമായിട്ട് ഇവര് നിസ്കരിക്കാൻ കാത്തു നിൽക്കുകയാണ് സ്വഹാബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണമെങ്കിൽ കുട്ടികൾ മുതുകത്തുനിന്ന് സുജൂദിന് എഴുന്നേൽക്കാൻ വിടുന്നില്ല. അപ്പൊ സ്വഹാബത്തിൽ പലരും എന്ത് ചെയ്യാൻ, ഈ കുട്ടികളെ പിടിച്ചു മാറ്റാൻ വേണ്ടി എഴുന്നേച്ചപ്പോൾ നിസ്കരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവരിറങ്ങിപ്പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? സുജൂദിന് എഴുന്നേറ്റ്. കുട്ടികളോട് റഹ്മത്ത് കാണിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം, ബാക്കി എല്ലാവരോടും റഹ്മത്ത് കാണിക്കുന്നതിനേക്കാളും വളരെ വലിയ അളവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോട് റഹ്മത്ത് കാണിച്ചിരുന്നു. അപ്പൊ നമ്മൾ വളരെയധികം എന്ത് ചെയ്യണം? കുട്ടികളോട് റഹ്മത്ത് ഉണ്ടാവുക എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ഈ വിഷയത്തിൽ, റഹ്മത്തിന്റെ വിഷയത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറയാം, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. വളരെ ശ്രദ്ധിക്കേണ്ട ആയത്താണ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. റസൂലേ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള റഹ്മത്ത്, കാരുണ്യം കൊണ്ടാണ് നീ എന്ത് ചെയ്യുന്നത്? അവരോട് സൗമ്യമായിട്ട് നിനക്ക് പെരുമാറാൻ സാധിക്കുന്നത് അള്ളാഹു നിനക്ക് തന്ന റഹ്മത്തിൽപ്പെട്ടതാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, വലൗ കുൻത ഫവ്വൻ ഗലീദൽ ഖൽബി ലൻ ഫദ്ദൂ മിൻ ഹൗലിക്. റസൂലേ, താങ്കളെങ്ങാനും പരുഷ സ്വഭാവിയായിരുന്നെങ്കിൽ, കഠിന ഹൃദയനായിരുന്നെങ്കിൽ താങ്കളുടെ ചുറ്റുമുള്ള ആളുകളൊന്നും ഇപ്പൊ താങ്കളുടെ കൂടെ ഉണ്ടാവില്ല. എല്ലാവരും താങ്കളുടെ ചുറ്റും നിന്നും അകന്നു പോയി. നാം ശ്രദ്ധിക്കണം. ആരോടാ ഈ പറയുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മികച്ച ആരാണുള്ളത് ദുനിയാവില്? ആരെങ്കിലും ഉണ്ടോ? മുമ്പുമില്ല പിമ്പുമില്ല. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് റഹ്മത്തില്ലെങ്കിൽ, ആ റസൂലിലേക്ക് ആരും എടുക്കൂലെങ്കിൽ പിന്നെ നമ്മളിലേക്ക് ഇങ്ങനെ എടുക്കുക ആൾക്കാര്? ആരെങ്കിലും എടുക്കുവോ? ആരും എടുക്കൂല. എല്ലാ ഉത്തമ ഗുണങ്ങളും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഉത്തമനായ സൃഷ്ടിയാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉത്തമനായ സൃഷ്ടിയിൽ നിന്ന് റഹ്മത്ത് എന്ന ഒരൊറ്റൊരു വിശേഷണം പോയി കഴിഞ്ഞാൽ ആ സൃഷ്ടിയിലേക്ക് അടുക്കാൻ സാധിക്കൂല. അള്ളാഹ് പറയാൻ ആരും എടുക്കൂല. പിന്നെ ഒരു ഉത്തമ ഗുണങ്ങളും ഇല്ലാത്ത നമുക്ക് റഹ്മത്തില്ലെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? ആരും എടുക്കൂല.
പലപ്പോഴും നമ്മുടെ മക്കൾ നമ്മളിലേക്ക് ഇപ്പൊ ചെറുപ്പത്തിൽ അടുക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മളോട് സ്നേഹം കൊണ്ടായിരിക്കില്ല. നമ്മൾ വളരെ ശക്തമായ രൂപത്തിൽ പെരുമാറുകയാണെങ്കിൽ, മൂർച്ചയേറിയ വാക്കുകൾ അവർക്കെതിരെ ഉപയോഗിക്കുകയാണെങ്കിൽ, അവർ ഇപ്പൊ നമ്മളോട് അടുക്കുന്നത് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കുന്ന സന്ദർഭമായി കഴിഞ്ഞാൽ അവർ പിന്നെ നമ്മളിലേക്ക് അടുക്കൂല. ഒരിക്കലും മക്കളോട് ആ രൂപത്തിൽ പെരുമാറരുത്. ഇനിയിപ്പോ അങ്ങനെ അറിയാതെ ദേഷ്യം വന്നു പോയാൽ നമുക്കറിയാം, നമുക്കൊക്കെ തെറ്റുകൾ പറ്റും, ദേഷ്യം വന്നു പോകും. പ്രത്യേകിച്ച് ചില ആളുകളുടെ പ്രകൃതം അങ്ങേയറ്റം ദേഷ്യം വരുന്ന പ്രകൃതമായിരിക്കും. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് പെട്ടെന്ന് അറിയാതെ അബദ്ധത്തിൽ വന്ന് അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുകയോ പ്രവർത്തികൾ സംഭവിക്കുകയോ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യാം? മക്കളോട് നമ്മൾ മാപ്പ് ചോദിക്കണം. നമ്മളുടെ മക്കളാണ്, നമുക്ക് എന്തും പറയാനുള്ള അധികാരമുണ്ട് എന്നുള്ള മനോഭാവം പാടില്ല. മോനെ മോളെ, അത് ഉപ്പാക്ക് ആ സന്ദർഭത്തിൽ പെട്ടെന്നുള്ള ദേഷ്യം കാരണത്താൽ അങ്ങനെ പറഞ്ഞു പോയതാണ്, ഉപ്പ ഇനി മുതൽ അങ്ങനെ പറയൂലട്ടോ, പക്ഷെ എന്റെ മോൾ അങ്ങനെ എന്ത് ചെയ്യരുത്, ഇനി ചെയ്യരുത് എന്ന് നല്ല രൂപത്തിൽ അവരോട് എന്തെങ്കിലും ക്ഷമ ചോദിക്കണം. അവരുടെ മനസ്സിലുള്ള ആ പേടി അല്ലെങ്കിൽ ആ ഒരു അകൽച്ച നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു മുറിവ് അതപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഉണക്കണം. അല്ലെങ്കിൽ അത് ഉണങ്ങൂല. വലുതായി കഴിഞ്ഞാൽ ആ അകൽച്ച അത് മാറൂല. അറിയാതെ അങ്ങനെ ദേഷ്യപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക? മക്കളെ അടുത്തിരുത്തി മടിയിലിരുത്തി ഏറ്റവും നല്ല രൂപത്തിൽ. പല ആൾക്കാർക്കും മക്കളോട് റഹ്മത്ത് കാണിക്കാൻ അറിയില്ല അല്ലെ. ഒരു ആറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നിട്ട് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നുണ്ട്? പേരക്കുട്ടികളെ ഹസനെയും മറ്റു പല റളിയല്ലാഹു അൻഹു മറ്റു പലരെയും, ഉസാമത്ത് ഇബ്നു സെയ്ദിനെയും പലരെയും എന്ത് ചെയ്യുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിക്കുന്നത് കാണാൻ. ചെറിയ കുട്ടികളാണ് അവർ ചുംബിക്കുന്ന. ആറാബി അത്ഭുതപ്പെടുകയാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചുംബിക്കാറുണ്ടോ? ഞങ്ങളുടെ മക്കളെ ആരും എന്ത് ചെയ്യാറില്ല, മക്കളെ ചുംബിക്കാറില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ രൂപത്തിൽ, ശ്രദ്ധിക്കണം പറയുന്ന വാക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അറാബിയോട് പ്രതികരിച്ചെന്താണെന്നറിയോ? അള്ളാഹു നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് റഹ്മത്ത് എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു റഹ്മത്ത് എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? ഇതേ ഹദീസിന് മറ്റൊരു റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നമാ അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. ദുനിയാവിലുള്ള ആളുകളോട് റഹ്മത്ത് കാണിക്കുന്നവരാണ് എന്ത് ചെയ്യുക? റഹ്മാനായ റബ്ബ് റഹ്മത്ത് കാണിക്കുക. നമ്മൾ നമ്മുടെ മക്കളോടും കൂടെയുള്ള ആളുകളോട് റഹ്മത്ത് കാണിക്കുന്നില്ലെങ്കിൽ നമ്മളോടും റബ്ബ് റഹ്മത്ത് കാണിക്കൂല. നമ്മൾ നമ്മുടെ പടപ്പുകളോട്, സൃഷ്ടികളോട് എങ്ങനെ ഏത് രൂപത്തിലാണോ പെരുമാറുന്നത് അതേ രൂപത്തിലാണ് റബ്ബ് നമ്മളോടും പെരുമാറുന്നത്. ഇത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ റഹ്മത്ത് കിട്ടാൻ ഏറ്റവും അർഹരായിട്ടുള്ളവർ നമ്മുടെ മക്കളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വളരെയധികം നമ്മുടെ മക്കളുടെ പെരുമാറ്റത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റഹ്മത്ത് എന്നുള്ളത്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ദേഷ്യപ്പെട്ടിട്ടും നമ്മുടെ ശക്തി കാണിച്ചിട്ടും നമ്മൾ എന്താ പറയാ പല്ലിറുമ്പിയിട്ടും അങ്ങനെ പേടിപ്പിച്ചിട്ടും ആ രൂപത്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നത് നമ്മൾ വിചാരിക്കും അങ്ങനെ ആയാലും മക്കൾ എന്ത് ചെയ്യുള്ളൂ, ഏറ്റവും നല്ല രൂപത്തിലാവുള്ളൂ നമ്മൾ വിചാരിക്കും. പക്ഷെ അതിനേക്കാൾ റിസൾട്ട് കിട്ടുക റഹ്മത്ത് കൊണ്ടാണ്, അനുകമ്പ കൊണ്ടാണ്. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അള്ളാഹു എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അള്ളാഹു ഒരു വീട്ടുകാരിൽ ഹൈർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവർക്കിടയിൽ റിഫ്ഖ്, അനുകമ്പ ഇട്ട് കൊടുക്കും. അള്ളാഹു ഒരു വീട്ടുകാർക്ക് ഹൈർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവർക്കിടയിൽ റിഫ്ഖ് ഇട്ട് കൊടുക്കും, അനുകമ്പ ഇട്ട് കൊടുക്കും. നമ്മൾക്ക് റിഫ്ഖ് കൊണ്ട്, അനുകമ്പ കൊണ്ട്, സോഫ്റ്റായി പെരുമാറുന്നത് കൊണ്ട് ഉണ്ടാവുന്ന റിസൾട്ട് ഒരിക്കലും എന്തുണ്ടാവൂല, നമ്മുടെ ദേഷ്യം കൊണ്ടോ വാശി കൊണ്ടോ നമ്മുടെ എന്താ പറയാ പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ കൊണ്ടോ ഒരിക്കലും കിട്ടൂല. അനുകമ്പ കൊണ്ട് കിട്ടുന്ന റിസൾട്ട് ഒരിക്കലും കിട്ടൂല. നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോ നമ്മുടെ മക്കൾ നമ്മുടെ കൊമ്പം മീശ കണ്ടിട്ടോ നമ്മുടെ വലിയ പലരും മക്കളെ അടിക്കുന്നത് എമ്മാതിരി അടിയാണ്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ നമ്മൾ റബ്ബിനോട് ഉത്തരം പറയേണ്ട കാര്യമാണ്. പലരും മക്കളെ ചെയ്ത പല തെറ്റുകളുടെ പേരിൽ, അവർ തെറ്റുകൾ ചെയ്തത് നിസ്സാരവൽക്കരിക്കണം എന്നല്ല പറയുന്നത്, പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. തെറ്റുകളുടെ അളവിനനുസരിച്ച് അടിക്കാവൂ. അതും പണ്ഡിതന്മാർ പഠിപ്പിച്ചിരുന്നത് എത്ര 8-9 ഷുറൂത്തുകളുണ്ട് കുട്ടി അടിക്കുന്നതിന്. ശ്രദ്ധിക്കണം. നിസ്കാരത്തിന് ഷുറൂത്തുകളില്ലേ?
ഇതേപോലെ മക്കളെ അടിക്കുന്നതിന് ശുറൂത്തുകളുണ്ട്. ഇതൊക്കെ പഠിക്കണം നമ്മൾ. അതിൽപ്പെട്ടൊരു ഷർത്താണ് ചെയ്ത തെറ്റിന്റെ അളവിനല്ല അതിൽ കൂടുതൽ അടിക്കും. നമ്മുടെ ദേഷ്യം തീർക്കാനുള്ള അടിയല്ല അവിടെ, നമ്മുടെ ദേഷ്യം പ്രകടിപ്പിക്കല്ല അവിടെ. അവൻ ആ തെറ്റ് ബോധ്യപ്പെടണം, അതിന്റെ ഗൗരവം തിരിച്ചറിയണം എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. നമ്മുടെ ദേഷ്യം തീരുന്നവരടിക്കുക എന്നുള്ളതല്ല, അതൊരിക്കലും പാടില്ല. എന്ന് മാത്രമല്ല, മക്കളെ അടിക്കുമ്പോൾ നമ്മുടെ കക്ഷം കാണാൻ പാടില്ല. എന്നുവെച്ചാൽ ഇങ്ങനെ അടിക്കാൻ പാടില്ല. പലരും തനിക്കാകുന്നതിന് പരമാവധി എന്ത് ചെയ്യാറുണ്ട്, മക്കളെ അടിക്കാറുണ്ട്. ഒരിക്കലും പാടില്ല. അടിക്കേണ്ടി വന്നാൽ തന്നെയും ഇങ്ങനെ ഇത് ഈ റിസ്റ്റ് ഈ കൈപ്പത്തി മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, അനങ്ങുന്നുള്ളൂ. ഇങ്ങനെ അടിക്കാവോ? ഇത് ഇങ്ങനെയൊക്കെ അടിക്കുക. പലരും വടി മാത്രമല്ല, ബെൽറ്റും എന്തൊക്കെയോ സാധനങ്ങൾ. ഇനി എന്തൊക്കെ ദേഷ്യം വരുന്ന സമയത്ത് എന്താണ് കിട്ടുന്നത് അതുകൊണ്ടൊക്കെ എടുത്തെറിയൊക്കെ ചെയ്യും. വളരെ ഗൗരവമുള്ള വിഷയമാണ്. റബ്ബ് നമ്മളിൽ ഏൽപ്പിച്ച അമാനത്താണ് നമ്മുടെ മക്കള്. നമ്മൾ അവരുടെ വിഷയത്തിൽ ഏത് രൂപത്തിൽ ഇടപെടുന്നുണ്ട് എന്നുള്ള റബ്ബ് നമ്മളോട് ചോദ്യം ചെയ്യും. ഒരിക്കലും നമ്മുടെ മക്കളല്ലേ എന്തും ചെയ്യാന്നുള്ള നിലപാട് ശരിയല്ല. ഏറ്റവും നല്ല രൂപത്തിൽ റഹ്മത്തോടു കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പെരുമാറേണ്ടത്. അടി എന്നുള്ളതൊക്കെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ്. ഒരു നിലയ്ക്കും എത്ര പറഞ്ഞു കൊടുത്തു, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്, നമ്മൾക്ക് ഏതൊരു വിധേനയും അവൻ ശരിയാവുന്നില്ല, മാറ്റം വരുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ അവസാനത്തെ സ്റ്റെപ്പാണെന്ത്, അടി എന്നുള്ളത്. അതും ഏറ്റവും ഒരിക്കലും പരുക്കമായ അല്ലെങ്കിൽ ഒരു പരിധിയില്ലാത്ത അടിയാകരുത്. അതിനൊരുപാട് നിബന്ധനകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങേയറ്റ റഹ്മത്ത് കാണിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം.